ജീവിത പ്രതിസന്ധികളെ അതൊരു പ്രതിസന്ധികളെ അല്ലാതാക്കി മാറ്റാനായിട്ട് മനക്കരുത്തോടെ ഇറങ്ങി തിരിച്ചിട്ടുള്ള ഒരു പറ്റം ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ഈ മൈൻഡ് ട്രസ്റ്റിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്തത്? നമുക്കറിയാം, ജീവിതത്തിൽ വേറെ കുറവുകളൊന്നും ഇല്ലാത്ത ആളുകൾ പോലും ഇന്ന് പഠനത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യത്തിലാണെങ്കിലും പിന്നോട്ട് പോകുന്നൊരു തലമുറയെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തൻ്റെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്ന് SSLCയും ഹയർ സെക്കൻഡറിയും അതുപോലെ ബിരുദ പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്ന സാജിദയെ പോലെയുള്ളവർ, ഇവരുടെ കൂട്ടായ്മയിലുള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് പ്രചോദനമായി മാതൃകയായി മാറേണ്ടത്. ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആ മൂല്യങ്ങളെ എത്തിപ്പിടിക്കാനായി വീൽ ചെയർ എന്ന രഥം നയിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുന്ന പ്രിയപ്പെട്ടവർ. ഇവരെ എനിക്ക് പരിചയപ്പെടുത്തിയത് പ്രിയ സുഹൃത്ത് തമ്പി സുബ്രഹ്മണ്യമാണ്. അദ്ദേഹവും ഇവരിൽ ഒരാളായി മാറുകയാണ്, എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട്. സർക്കാരും സർക്കാരിതര സംവിധാനങ്ങളും ഇവരെ കാണുകയും കേൾക്കുകയും ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇവരുടെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നമസ്കാരം, എന്റെ പേര് സാജിദ. വീട് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലാണ്. ഞാൻ സ്പൈനൽ മസ്കുലർ അട്രോഫി, മസ്കുലർ ഡിസ്ട്രോഫി ബാധിതരായ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മൈൻഡ് എന്ന ട്രസ്റ്റിലെ കോർഡിനേറ്ററാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ബോധവൽക്കരണം, ഗവേഷണം, പുനരധിവാസം എന്നീ 5 ലക്ഷ്യങ്ങളിൽ ഊന്നി 18ഓളം പ്രൊജക്ടുകളാണ് മൈൻഡ് ട്രസ്റ്റിന്റെ കീഴിലുള്ളത്. എന്റെ രമി, ഞാൻ മൈൻഡ് ട്രസ്റ്റിന്റെ കൺവീനറാണ്. ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബേക്കിങ്ങും അതുപോലെ തന്നെ ട്യൂഷനൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ പേര് ആശ, വീട് കോട്ടയത്താണ്. മൈൻഡിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. പിന്നെ ഞാൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, PRS എടുത്തു 2-3 വർഷം മുമ്പ്. ഇപ്പോൾ ഓൺലൈൻ ട്യൂഷനൊക്കെ ചെയ്യും. പിന്നെ നെടുമ്പാശ്ശേരിയിലാണ് വീട്. മൈൻഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. മൈൻഡിന്റെ വിമൻ എംപവർമെന്റ് പ്രോജക്ട് ചെയ്യുന്നു. എന്റെ പേര് ഷബാന ബഷീർ, ഞാൻ ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഒരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നു മൈൻഡിലാണ്. പേര് സി. ഞാൻ തൃശ്ശൂരാണ്. ഞാൻ ബേസിക്കലി പ്ലേബാക്ക് സിംഗറാണ്. എന്റെ പേര് വിമലെന്നാണ്. എന്റെ സ്ഥലം പള്ളുരുത്തി. ഞാൻ ടെലികോളിംഗ് ചെയ്യുന്നത് ജിയോടെ. നമസ്കാരം, എന്റെ പേര് ജെറിൻ ജോൺസൺ. ഞാൻ എറണാകുളം ജില്ലാ വടക്കേക്കര പഞ്ചായത്ത് നിവാസിയാണ്. ഞാനൊരു GNE മയോപതി രോഗാവസ്ഥയുള്ള വ്യക്തിയാണ്. ഞാൻ ആദ്യമായിരുന്നത് ഞാൻ ഇവിടെ ഇൻഫോ പാർക്കിൽ ഒരു ഫേമിൽ വർക്ക് ചെയ്യാം. എൻ്റെ പേര് അക്കിം, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ബിസിനസ് ആയിട്ട് ടെക്നോളജി നെറ്റ്വർക്കിനാണ്, ഗ്രാഫിക് ഡിസൈൻ, വെബ് ഡെവലപ്മെന്റ്, കണ്ടന്റ് ക്രിയേഷൻ, അങ്ങനെയൊക്കെ. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ മൈൻഡ് ട്രസ്റ്റിന്റെ കോർഡിനേറ്ററും കൂടിയാണ് ഇതും പ്രൊജക്ടിന്റെ. എന്റെ പേര് സുബേഷ്. എനിക്ക് ഒരു മാർക്കറ്റിംഗ് ഏജൻസി ഞാൻ ചെയ്യുന്നുണ്ട്. അഡ്വർടൈസിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, പിന്നെ ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ, സ്ക്രിപ്റ്റിംഗ്, സ്റ്റോറി ബോർഡ് പോലത്തെ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം മേഖലയിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാഫിക് ഡിസൈനിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഞാൻ മൈൻഡ് ട്രസ്റ്റിലെ ഒരു അംഗമാണ്. ഇടം പ്രൊജക്ട് കോർഡിനേറ്ററുള്ള ഒരാളാണ്. എന്റെ പേര് സായുജ്, മൈൻഡ് ഗ്രൂപ്പിന്റെ മെമ്പറാണ്. 4 ക്ലാസ് പഠിക്കും. പേര് ഗീത ഗോപാലകൃഷ്ണൻ. ഞാൻ പാടിവട്ടം ഒബ്രമോളിന്റെ അടുത്താണ് താമസിക്കുന്നത്. ചെറുതായിട്ടൊരു ചപ്പാത്തി ബിസിനസ് ഉണ്ട്. റീസെയിലിംഗ് ചെയ്ത് മൈൻഡിന്റെ കോർഡിനേറ്ററാണ്, ജില്ലാ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. പുതിയ തലമുറയ്ക്ക് മാതൃകയാകേണ്ട പ്രവർത്തനങ്ങളാണ് നമ്മുടെ മൈൻഡിന്റെ സഹപ്രവർത്തകരായ സാജിദയും ജെറിനും അടക്കമുള്ള സഹപ്രവർത്തകർ. നിരവധി സുഹൃത്തുക്കളുണ്ട്. സാജിദ നമ്മുടെ പള്ളുരുത്തിക്കാരിയാണ്. ഒരു മാതൃകാപരമായ പ്രവർത്തനം പുതിയ തലമുറയ്ക്ക് മാതൃകയായി മുമ്പോട്ട് പോകുന്ന ഒരു നല്ല കൂട്ടായ്മ, വീൽ ചെയറിൽ മുമ്പോട്ട് പോകുന്ന സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ്